ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതോ ജന്മ കൽപ്പനയിൽ എന്ന നമ്മുടെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റിവ്യൂ കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ വ്യൂവേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഇടേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ എല്ലാവരോടും നമ്മുടെ കഥയിലേക്ക് വീണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ കഥയിലേക്ക് തുടങ്ങുകയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അശോകനും പ്രമീളയും മക്കളും നിൽക്കുന്ന സമയത്താണ് നാട്ടുകാർ ഇവരുടെ സമുദായത്തിനോട് കാണിക്കുന്ന ഈ ഒരു അനീതിയെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഒരാളെങ്കിലും വേണമെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവരവരുടെ മക്കൾക്ക് സംഭവിച്ച ദുരന്തങ്ങളെ പറ്റിയൊക്കെ ഓരോ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്നു നിന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഇവരിതെല്ലാം പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാനായിട്ട് നമ്മുടെ ശ്രുതി രണ്ട് കൈയും നീട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തിനാ ആൺകുട്ടികൾ, ഇവളൊരു ചുണക്കുട്ടിയല്ലേ എന്ന് ശ്രുതിയെക്കുറിച്ച് അവിടെയുള്ള ചേച്ചിമാർ പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ ഒരു മണി കിട്ടുന്ന അമ്പലത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവങ്ങളും ഇതൊക്കെ അവിടെ ഇങ്ങനെ അരങ്ങേറുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ അശ്വിൻ ഓഫീസിലേക്ക് പോരുന്ന സമയത്ത് പെട്ടെന്ന് അശ്വിൻ ഒരു കോള് വരുമോ, മീറ്റിംഗ് മാറ്റി വെക്കണമെന്നും പറഞ്ഞു. പക്ഷേ മീറ്റിംഗ് മാറ്റി വെക്കാൻ തയ്യാറല്ല എന്നും എത്രയും പെട്ടെന്ന് അത് നടത്തണമെന്നും ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് അശ്വിൻ ഇങ്ങനെ പോരുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ ശ്രുതിയും ഫാമിലിയും കൂടി മണി കെട്ടുന്ന അമ്പലത്തിൽ പോണ പകുതി വഴി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വണ്ടി നിന്ന് പോയപ്പോൾ അച്ഛൻ അത് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഈ അമ്പലത്തിൽ പ്രീതിയെയും ഭർത്താവിനെയും കൂട്ടി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണെന്ന് പ്രമീള അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. വണ്ടി സ്റ്റാർട്ടാകാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് പ്രമീള. അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആയി. കാരണം ഈ ഒരു സാഹചര്യം അവിടെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായല്ലോ. ഇപ്പം കല്യാണവും മുടങ്ങി മനസ്സിൽ വിഷമമായിട്ടാണ് പോണത്, അതിൻ്റേതായ പ്രശ്നങ്ങളാണ് ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രമീള ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നതല്ലേ ഇപ്രാവശ്യവും പോകണം, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിന് നീ വേണ്ടാത്തതൊന്നും ആലോചിച്ച് കൂട്ടണ്ട എന്നൊക്കെ പറയാണ്. നാട്ടുകാർ വേണ്ടാത്തത് ഓരോന്നും പറയും. എന്താ കല്യാണം മുടങ്ങിയതേ നമ്മുടെ മോളുടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ആദ്യം പറയും. അതൊക്കെ കേട്ട് മക്കൾ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നു. അതിന് വല്ല സ്ത്രീധന വിരുദ്ധ പോരാട്ടം എന്നൊക്കെ നാട്ടുകാർ പറയുമെങ്കിലും അതിനിടയിൽ നമ്മുടെ വീട്ടിലെ കല്യാണം മുടങ്ങിയത് ആൾക്കാർ ആഘോഷിക്കും. പിന്നെ അതൊക്കെ കണ്ട് ഓരോരുത്തരും മത്സരിച്ച് അങ്ങ് സ്ത്രീധനം കൊടുക്കാനും തുടങ്ങുമെന്നൊക്കെ പറയുമ്പോൾ നീ കുറച്ച് മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് അച്ഛൻ നമ്മുടെ ശ്രുതിയോട് കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അച്ഛനും മോളും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം എല്ലാം ശരിയായില്ലേ എന്ന് അശോകേട്ടൻ വന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു ചെറിയ പുഞ്ചിരി മക്കൾക്ക്, അതുപോലെ തന്നെ അമ്മയ്ക്കും. അങ്ങനെ അവർ ആ ഉദ്ദേശിച്ച അമ്പലത്തിലേക്ക് എത്തി. ആ അമ്പലത്തിൽ വന്ന് ആ ഒരു ഇതെല്ലാം കണ്ട് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ അങ്ങ് നിൽക്കുന്നു. അങ്ങനെ അമ്പലത്തിലെത്തി ഇവർ തൊഴാനായിട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങനെ മുഖം വീർപ്പിച്ച് തന്നെ വണ്ടിയിലിരിക്കുക. അപ്പോൾ അമ്മയെ ഞാൻ കൊണ്ടുവന്നോളാം, മക്കൾ ചെല്ലാൻ പറഞ്ഞ് അശോകേട്ടൻ മക്കളെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോയി. ഈ സമയത്ത് ചേച്ചിയും അനിയത്തിയും കൂടി ഇങ്ങനെ പോകുക. അപ്പോൾ പോകുമ്പം നമ്മുടെ ശ്രുതിയെ അമ്മ ഇങ്ങനെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി, അതായത് പ്രീതി, ശ്രുതിയോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ, അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ശരിയാകും. ഇതൊക്കെ ആ മരക്കൊന്തനും കൂടെ സമ്മതിച്ചിട്ടായിരുന്നില്ലേ? അപ്പോൾ ഏത് മരക്കൊന്തൻ? ഇന്നലെ എന്നെ പിടിച്ച് പൂട്ടിയിട്ടില്ലേ അവൻ? ഇനി എന്തെങ്കിലും ഞാൻ അവനെ കണ്ടാലുണ്ടല്ലോ അവനെ ശരിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോണത്. പറഞ്ഞു തീർന്നില്ല, പൂട്ടിയിട്ടവൻ വരുന്നു നമ്മുടെ അശ്വിനും അതേ സ്ഥലത്ത് ആ ഒരു അമ്പലനടയിൽ വന്നങ്ങ് ഇറങ്ങി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോണത്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങ് പോകുന്ന സമയത്ത് പ്രീതിയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. അപ്പോൾ ഇതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി, ചേച്ചി ഇത് ഞാൻ കുറേ കേട്ടതാ, അവിടെ വെക്കാൻ പറഞ്ഞു, അപ്പം നീ ഒന്ന് മിണ്ടാണ്ട് വന്നേ എന്നും പറഞ്ഞു പ്രീതി എന്നിട്ട് അനിയത്തിയെ കൂട്ടിക്കൊണ്ട് പോണു. അങ്ങനെ അമ്പലനടയിൽ ചെന്ന് ഇവർ രണ്ടുപേരും തൊഴുത് പ്രാർത്ഥിച്ച് അമ്പലത്തിന് വലം വെച്ചൊക്കെ ഇങ്ങനെ പോരുന്നു. അപ്പോൾ പോയി മണി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് പ്രീതി നമ്മുടെ ശ്രുതിയെ പറഞ്ഞു വിട്ടു. അങ്ങനെ മണി മേടിക്കാനായിട്ട് ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രീതി അവിടെ നിൽക്കുന്നു. ക്യൂവിൽ നിന്ന് മണിയൊക്കെ മേടിച്ച് നമ്മുടെ ശ്രുതി ഇങ്ങനെ അങ്ങ് വരുവാ അന്നേരത്തേക്കും. ശ്രുതി മണി മേടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോഴേക്കും തൊട്ടില്ലെന്നുള്ള രീതിയിൽ അശ്വിനും അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ടുമുട്ടുന്ന ആ ഒരു ഇത്, അങ്ങനെ പരസ്പരം കണ്ടിട്ടില്ല, പക്ഷേ അങ്ങനെ പിന്നെ പുറകെയായിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടെ ആ മണി കെട്ടാനായിട്ട് വലം വെച്ച് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ശ്രുതി പോകുന്നു. ശ്രുതിയുടെ തൊട്ടു പിന്നാലെ അശ്വിനും വരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യം കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ദേവിയുടെ നടക്കിൽ പോയി നിന്ന് നമ്മുടെ ശ്രുതി ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. എൻ്റെ ചേച്ചിയുടെ കല്യാണം അത് പ്രശ്നമാകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ മണി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മണിയുമായിട്ടാണ് നമ്മുടെ അശ്വിനും വരുന്നത്. അപ്പോൾ ദേവിയോട് പ്രാർത്ഥിക്കുക, എല്ലാം നശിപ്പിച്ച് കളഞ്ഞ ആ മരക്കോന്തനുണ്ടല്ലോ അവനെ എങ്ങാനും എൻ്റെ കയ്യിലൊന്ന് കിട്ടിയ എൻ്റെ മുന്നിലൊന്ന് കൊണ്ട് തരണേ എൻ്റെ ദേവി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
ആ മരക്കൊന്തൻ തൊട്ടരികിൽ വന്ന് നിന്നത് നമ്മുടെ ശ്രുതി കണ്ടില്ല കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഭഗവതിയുടെ മുന്നിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദൈവനിശ്ചയം പോലെ അങ്ങനെ നമ്മുടെ ശ്രുതിയും അതുപോലെ അശ്വിനും തമ്മിൽ ഒന്നിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇവർ കൊണ്ടുവന്ന് മണിയൊക്കെ കെട്ടി അശ്വിൻ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും കൊണ്ടുവന്ന് മണിയൊക്കെ കെട്ടി. മണി കെട്ടിയതും അടുത്തടുത്ത്, അതും ഒരു ദൈവനിയോഗം പോലെ. അത് കഴിഞ്ഞ് നമ്മുടെ അശ്വിൻ ഇങ്ങനെ പോരുന്നു. അശ്വിൻ നടന്നിങ്ങ് പോരുമ്പോൾ തൊട്ടു പിന്നാലെ നമ്മുടെ ശ്രുതിയും ഇങ്ങനെ അങ്ങ് പോരുന്നു. ഈ സമയത്ത് ശ്രുതി ചെരുപ്പിടാനായിട്ട് എടുത്തപ്പോഴേക്കും പെട്ടെന്ന് അശ്വിൻ അങ്ങ് പോകുന്നത് കണ്ടു. വേഗം അശ്വിനോട്, അശ്വിനാണെന്ന് അറിയാതെ ഒന്നിവിടെ നിൽക്കുമോ എന്നും ചോദിച്ച് ഇങ്ങനെ വിളിക്കാം. ഇത് നിങ്ങളുടെ പേഴ്സിൽ നിന്ന് വീണതാണെന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീ ചെയിൻ എടുത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ തിരിഞ്ഞു. അശ്വിൻ തിരിഞ്ഞപ്പോഴേക്കും ആ മരക്കോന്തനെയാണ് നമ്മുടെ ശ്രുതി കാണുന്നത്. ആ മരക്കോന്തനെ കണ്ടപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടി. അതുപോലെ തന്നെ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനും ഞെട്ടി. അപ്പോൾ ശ്രുതി ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. അപ്പോൾ ശ്രുതി കൊടുത്ത് ആ ഒരു താക്കോലായതുകൊണ്ട് അത് കളഞ്ഞേക്കാൻ അശ്വിൻ പറഞ്ഞു. അങ്ങനെ അശ്വിനും അതുപോലെ നമ്മുടെ ശ്രുതിയും പരസ്പരം കണ്ടല്ലോ. ആ ഒരു ഒറ്റ കാരണം കൊണ്ട്, ശ്രുതിയുടെ കയ്യിൽ കിട്ടിയ ഒരു ഒറ്റ കാരണം കൊണ്ട് അത് നമ്മുടെ ഈ അശ്വിൻ അത് വാങ്ങിച്ചില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയുടെ മനസാക്ഷി വന്നിട്ട് പറഞ്ഞു, അവനെ വെറുതെ വിടരുതെന്ന്. നിന്റെ ചേച്ചിയുടെ വിവാഹം മുടക്കിയവനാ ആ പോകുന്നവൻ, വെറുതെ വിടല്ലേ ശ്രുതി എന്ന് പറഞ്ഞു. അവൻ ചെയ്ത തെറ്റു മനസ്സിലാക്കി കൊടുത്ത് അവൻ്റെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനു കൊള്ളാം. പോ ശ്രുതി, ചെന്ന് അവനോട് 4 വർത്തമാനം പറയാനും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിടുക. രണ്ടും കൽപ്പിച്ച് നമ്മുടെ ശ്രുതി അവൻ്റെ പിന്നാലെ പോവുക. ഹലോ നിൽക്കണേ എന്ന് പറഞ്ഞു പിന്നാലെ ഓടി. എവിടെ, ആര് പറയാൻ, ആര് കേൾക്കാൻ, ആര് നിൽക്കാൻ. അശ്വനാണെങ്കിൽ ഓട്ടമാണ്. നിൽക്കെന്നും പറഞ്ഞു ശ്രുതി ഒരു തരത്തിൽ ഓടി പിന്നാലെ ചെന്നിട്ട് അശ്വിനോട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഓടി കതച്ച് അശ്വിൻ്റെ ഫ്രണ്ടിൽ കയറി അശ്വിനെ തടഞ്ഞങ്ങ് നിർത്തി നമ്മുടെ ശ്രുതി. അപ്പോൾ ഓടി കയ്യിൽ ചെരുപ്പുണ്ടായിരുന്നു. ഈ ചെരുപ്പും പിടിച്ചുകൊണ്ടാണ് പാവ ശ്രുതി തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ അശ്വിൻ വിചാരിക്കുന്നത് എന്താ, ഈ അശ്വിനെ തല്ലാനായിട്ട് ചെരുപ്പുമായിട്ട് വന്നതാണെന്നുള്ളൊരു രീതിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു മൈൻഡിൽ മൊത്തത്തിൽ പ്രശ്നമായി ഇവർ തമ്മിൽ. തൊടുന്നതും പിടിക്കുന്നതും എല്ലാം പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ അശ്വിന് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യം. പിന്നെ പെട്ടെന്ന് ശ്രുതി ആ ചെരുപ്പ് എടുത്ത് കാലിലേക്ക് ഇട്ടു. അങ്ങനെ കാലിട്ട് അശ്വിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അശ്വിൻ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് നടന്ന് ചെന്നുകൊണ്ടിരിക്കുക. ചെരുപ്പിടാനായിട്ട് ശ്രുതിക്ക് പറ്റുന്നില്ല. ആ ചെരുപ്പ് കയറ്റിയിടാൻ ഇയാളിങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നത് കൊണ്ടേ. അപ്പോൾ സ്വന്തം നിലം മറന്ന് കളിക്കരുതെന്ന് ഇന്നലെ നിനക്ക് മനസ്സിലായതല്ലേ എന്ന് അശ്വിൻ ശ്രുതിയോട് ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി, അതെ അവിടെ നിന്ന് നിന്നേ, നിലം മറന്ന് കളിക്കേണ്ടെന്നോ, പരശ്രുതി ചെന്ന് പറ അവനോട്. ആ ഒരു സ്വന്തം ഇതിൽ നിന്ന് ചിന്തിച്ചിട്ട് ഓടി വീണ്ടും അശ്വിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇന്നലെ നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ പ്രോഗ്രാം, അതുപോലല്ല ഇവിടെ എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. ഇവിടെ എല്ലാവരും ഒരുപോലെയാണെന്നും ആരോടും എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നിങ്ങളാരാ, ദൈവമാണോ എന്നും ശ്രുതി ചോദിച്ചു. അശ്വിൻ ഇങ്ങനെ കൊലിപ്പിച്ച് നോക്കി നിൽക്കുകയല്ലേ. ഭയങ്കര ദേഷ്യം കേട്ടോ അശ്വിന്. അപ്പോൾ ശ്രുതി ഇങ്ങനെ മാറി നിൽക്കുവാണ്. ഇയാളാണെങ്കിൽ ഇടിച്ച് കയറി ചെല്ലുമോ ശ്രുതിയുടെ ദേഹത്തേക്ക്. അപ്പോഴേക്കും ശ്രുതി അങ്ങ് പേടിച്ചങ്ങ് മാറിപ്പോവുക. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് അശ്വിൻ ശ്രുതിയോട്. അപ്പോൾ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അശ്വിൻ്റെ മുഖത്ത് നോക്കാൻ പേടിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ബപ്പപ്പാ വയ്ക്കുക. ആ സമയത്ത് ഇന്നലെ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു നിമിഷത്തേക്ക് ഓർക്കുന്നു. അതെ, നിങ്ങൾ ഇന്നലെ ചെയ്ത തെറ്റെത്രയാണെന്ന് അറിയുമോ? ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഈ നിലയിലെത്തിയതിന് നീ പറഞ്ഞു അവനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞ അവനോ? ഏതവൻ? നീ പറഞ്ഞ ദൈവം എന്ന് അശ്വിൻ അന്നേരം പറഞ്ഞു. അഹങ്കാരം കൊണ്ട് ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോയോ നിങ്ങൾക്ക്? ഈശ്വര കടാക്ഷം ഇല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത്രയും ഭാഗ്യം നിങ്ങൾക്ക് തന്നതേ ഈശ്വരൻ തന്നെയാണെന്ന് പറഞ്ഞപ്പം എനിക്കൊരു ഈശ്വരനും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഈ അശ്വൻ്റെ തലയിലെഴുത്ത് അവൻ സ്വയം എഴുതിയതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് അശ്വൻ ഇങ്ങനെ പറഞ്ഞു. ഇനി എന്നോട് സംസാരിക്കാൻ വരുന്നതിന് മുൻപ് 2 വട്ടം ചിന്തിച്ചിട്ട് നീ വരാവുള്ളെന്നും പറഞ്ഞു. അല്ലെങ്കിലേ നീ പറഞ്ഞ നിന്റെ ദൈവത്തിനു പോലും നിന്നെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ ഇത് ഷോ കാണിക്കല്. അത് കേട്ട് കഴിഞ്ഞപ്പം ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിലേ പിന്നെ നിങ്ങളെന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു ശ്രുതി. പ്രാർത്ഥിച്ച് മണി കെട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചു. കിട്ടുന്നത് കൈ നീട്ടി വാങ്ങുകയും വേണം, ദൈവത്തെ നിഷേധിക്കുകയും വേണം അല്ലേ? ഞാൻ ദൈവത്തിനോട് യാചിക്കാൻ വന്നതല്ല, ദൈവത്തിന് ഭിക്ഷ കൊടുക്കാൻ വന്നതാണെന്നും അശ്വൻ പറയാം. ദൈവം സമ്പന്നന്മാരുടെ കൂടെയാണെന്നും അവരുടെ കൂടെ ദൈവവും നിൽക്കൂ, അവർ പറയുന്നത് ദൈവവും കേൾക്കുമെന്ന് പറഞ്ഞപ്പം ഇതിലും അഹങ്കാരം ഒരാളെ കൊണ്ട് പറയാനാവില്ല.
പണത്തിൻ്റെ അഹങ്കാരത്തിൽ നിങ്ങളിപ്പോൾ ദൈവത്തിനോടാണ് മത്സരിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ ശ്രുതി അശ്വിനോട് പറയുക. അത് സൂര്യനെ തൊടാൻ കൈ നീട്ടുന്നതിന് തുല്യമാണെന്നും പറഞ്ഞു. അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. നിങ്ങൾ ഏത് കൊമ്പത്തെ അശ്വിൻ സെഹ്റാം ആയാലും ശരിയെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി. ഇത്രയും കാര്യങ്ങൾ ശ്രുതി പറഞ്ഞിട്ട് പോയപ്പോഴേക്കും അശ്വിൻ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ സമയത്ത് അശ്വിൻ വേഗം ഫോൺ എടുത്തു. അതെ, നമ്മൾ അന്നെടുത്ത ആ ഒരു ഫാഷൻ ഷോയിലെ ഫോട്ടോസിലെ അത് അവന് ഉടനെ തന്നെ കാണണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഫോണിലൂടെ സംസാരിച്ചത്. എന്തായാലും നിനക്ക് ഈശ്വരനിൽ നല്ല വിശ്വാസമാണ് അല്ലേ, കാണട്ടെ ഈശ്വരൻ നിന്നെ രക്ഷിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അശ്വിൻ ഇങ്ങനെ അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. ശ്രുതി അന്നേരത്തേക്കും ഈശ്വരൻ്റെ അടുത്തേക്ക് പോണു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്, അതായത് ഏതോ ജന്മകൽപ്പനയിൽ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.